എല്ലാ സർപ്പ എനിക്കിപ്പോ ഈ ചന്ദ്രിക കണ്ടിട്ട് കത്തിച്ചാനൊന്നും തോന്നണില്ലേ? ഏ മുമ്പ് 99 സീറ്റില് CPM ജയിച്ചപ്പോൾ ആ ജയിച്ച ഫോട്ടോ കൊടുത്ത് എറിഞ്ഞാണ്ട് പേപ്പർ നിർത്തിയ ആളാണ് ജി. പിന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും ഒരു 100 സീറ്റിൽ ജയിച്ച്. അപ്പോൾ വീണ്ടും വെച്ച് പേപ്പർ നിർത്തി, സുപ്രഭാതം പേപ്പർ നിർത്തി. ഇപ്പതാ അടുപ്പിച്ച് പിണറായി നല്ലതാണ്, പിണറായി ഭരണം ഉസാറാണ്, സർക്കാർ ഉസാറാണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ പരസ്യം വിടണം. 3 ആഴ്ച ഇപ്പം ഇത് തുടർച്ച വിടണം. ഇത് വിടൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. സർക്കാരിൻ്റെ പരസ്യം അയച്ചാണ് വിടൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായോ? പൈസ കിട്ടാനും വേണ്ടി ആളുകൾ അങ്ങനെ ചെയ്യും. ഏത് ഈ പത്രക്കാർ. പക്ഷേ നിങ്ങളെ മായത്തെ മുസ്ലിം ലീഗിൻ്റെ പത്രമായ ചന്ദ്രികയിൽ ഇതിങ്ങനെ ഇടക്കിടക്ക് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും. പിണറായി നല്ലവനായിട്ടാണല്ലോ ഇപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പേപ്പറിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ അതിന് വോട്ട് ചെയ്താലും ശരിയാണെന്ന് മനസ്സിലാക്കും. ഒരു തരത്തിൽ നിങ്ങൾ തോൽപ്പിച്ചാലുള്ള പണിയെടുക്കും ചെയ്യുക, അപ്പുറത്ത് നിങ്ങൾ പരസ്യം കൊടുക്കുകയും ചെയ്യുക. എന്താണ് അസർപ്പ? അല്ല, എനിക്കന്ന് ചോപ്പ് കണ്ടിട്ട് ഇനി സുപ്രഭാതം നിർത്താൻ തോന്നിയത്. ഇപ്പം ഈ പിണറായിൻ്റെ തല ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് നിർത്താൻ തോന്നണില്ല. ഇപ്പോൾ ഒരാഴ്ചയിൽ 3 ആഴ്ചയിൽ 3 വട്ടമായി വരണേ. ശ്രദ്ധിക്കണില്ല ചേച്ചി? ഈ ഒരാഴ്ചയിൽ 3 വട്ടമായി വരണേ. ലക്ഷങ്ങൾ കിട്ടും, അത് വേറെ വിഷയം. എന്താണ് അസർപ്പ? പൈസ ഉണ്ട്, സർക്കാർ തരേണ്ടത് വിചാരിച്ചാണ്ട് പേജിൽ ഫുള്ള് പിണറായിൻ്റെ ഫോട്ടോ കൊടുക്കലാണ്. ആണോ മോനെ ഉസ്രും പൊള്ളില്ല ചങ്ങായിമാരെ? നിങ്ങൾക്ക് ഉൾപ്പില്ലേ? നിങ്ങളല്ലേ സുപ്രഭാതം കത്തിച്ചിന്? അതോ പിണറായിൻ്റെ വാർത്ത കൊടുത്തിട്ട് CPMൻ്റെ വാർത്ത കൊടുത്തിട്ട് സമസ്തത കമ്മ്യൂണിസ്റ്റുകാരായി തന്നെയാണ്? ഇതാവുമ്പോൾ നിങ്ങൾ സർക്കാരിൻ്റെ പരസ്യം നമ്മൾ കൊടുക്കണ്ടേന്നൊക്കെ ചോദിച്ചു. ചില വർത്തമാനം കേട്ടാൽ വിചാരിച്ചു ഈ പരസ്യം കൊടുത്തിട്ടില്ലേ പേപ്പർ പൂട്ടിച്ചു സർക്കാർ എന്ന്. അങ്ങനെയൊന്നുമില്ല. ഇത് പൈസക്ക് വേണമെങ്കിൽ കൊടുക്കണവർ കൊടുക്കുക, അല്ലാത്തവർ കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾ കൊടുക്കണവരെ എങ്ങനെ കൊടുക്കല്? നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളല്ലേ. പിണറായിൻ്റെ ഫോട്ടോ കൊടുത്താണ്ട് വരണം സാറാണ് പറഞ്ഞിട്ടാണെങ്കിൽ ജനങ്ങൾ പോയി വോട്ട് ചെയ്യൂല പിണറായിക്ക്? അല്ല തന്നെ 10 കൊല്ലം ഭരണമില്ലാഞ്ഞിട്ട് ഉള്ള മഹലിൽ കൂടിയും ഉള്ള കോളേജിൽ കൂടിയും കയറിക്കാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. വേറെ മാർഗങ്ങളൊന്നുമില്ല. എല്ലായിടത്തും കൂടിയാണ് മഹലിലും അവിടെയും പടിയും കക്കലും മുക്കലും നടത്തുകയാണ്. ഇനിയിപ്പോൾ 5 കൊല്ലം കൂടി നിങ്ങൾക്ക് ഭരണമില്ലെങ്കിൽ കട്ടക്കാലത്തിൻ്റെ കൊടിയാവും. നിങ്ങൾ ഒന്നിക്ക് ഈ പരസ്യം കൊടുക്കൽ നിർത്തിയങ്ങന്മാരെ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിരിവിടാം. ചന്ദ്രിക കടാണെങ്കിൽ നമുക്ക് പിരിവിട്ടാടെ വീട്ടാം. സുപ്രഭാതം വന്നുകൊണ്ട് കുറേ പേപ്പർ കുറഞ്ഞെന്നൊക്കെ പറഞ്ഞാണ്ട് നാളെ നൂലൊലിച്ച് കേട്ടീന്. നമുക്ക് വേണമെങ്കിൽ അത് നിർത്താം. നമുക്ക് വേണമെങ്കിൽ പിരിവിട്ടാണ്ട് നമുക്ക് കടം വീട്ടാം. നിങ്ങൾ ഈ പണി എടുക്കല്ലേ? ഈ പണി എടുത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങണതിൽ എന്തർത്ഥമുള്ളത്? ഞങ്ങൾ വിചാരിക്കില്ല ഇത് നല്ലൊരു ഭരണമാണ്, അതുകൊണ്ടാണ് ചന്ദ്രിക ഇങ്ങനെ ഇടക്കിടക്ക് കൊടുക്കണതെന്ന്. എന്നിട്ട് അത് പറയുമ്പം പറയാ സർക്കാരിൻ്റെ പരസ്യം കൊടുത്തില്ലെങ്കിൽ ഒന്നുമില്ല, കായ് കിട്ടൂല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യ രാജ്യത്തൊരു നിയമമൊന്നുമില്ല സർക്കാരിൻ്റെ പരസ്യം കൊടുക്കണോ അല്ലെങ്കിൽ പേപ്പർ പൂട്ടിച്ചു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ഫാസിസാണ്. അങ്ങനെ പറയാനായിട്ട് പറ്റൂല. കായ് വേണമെങ്കിൽ കൊടുക്കണം, എന്നാലും കായ്ക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങന്മാരെ. എന്താണ് നിങ്ങൾ സുപ്രഭാതത്തിന് കളിയാക്കി നിങ്ങൾ തന്നെ ഇപ്പോൾ പിണറായിൻ്റെ സ്വന്തം ആളയക്കുക. എന്നാൽ പിന്നെ അയക്കാണ്ട് ചേർന്നാളിന്നാലേ എന്നാൽ പിന്നെ ഈ തിരക്കേടില്ലല്ലോ. പരസ്യമായി പാർട്ടിയായി അത് പറ്റുമല്ലോ. എന്തേ കത്തിച്ചുമ്പോൾ ഒന്ന് ഫോട്ടോ വിടേണ്ടിട്ടാ. നമുക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ട്ടാ.